ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് ഓർഡേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യാം. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതെന്താ വെച്ചെങ്കിൽ മുറുക്ക്, നമ്മൾ കാസർഗോട്ടാളിനെ ചക്ലി എന്നാണ് പറയട്ടെ. അരിമുറുക്കാണിത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത്, അപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ട് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയും കൂടിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ്, അതായത് വെച്ചാൽ 1/4 കിലോ 250 ഗ്രാം ഉഴുന്ന് എടുത്തിട്ടുണ്ട്. ഉഴുന്ന് ഒരു കപ്പ് എടുത്തിട്ട് നല്ല പാല് കഴുകിയിട്ട് ഉണങ്ങിയതിന് ശേഷം നമുക്ക് വറുത്തിട്ട് എടുക്കണം. അടുപ്പിൽ വെച്ചിട്ട് വറുത്ത് കോരി എടുക്കാം. ഞാൻ ഈ മുറുക്ക് ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത്. ഒരാൾ ഓർഡർ തന്നിട്ടുണ്ട്, കസ്റ്റമർ ഓർഡർ തന്നത് കൊണ്ട് ഞാൻ അപ്പോൾ അത് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച്. ഫസ്റ്റ് ടൈമാണ് ചെയ്യലുണ്ടോയെങ്കിലും ഞാനില്ല, ഫസ്റ്റ് ടൈം ചെയ്യുന്നതാണ്. അപ്പോൾ അവരാഗ്രഹം പറഞ്ഞതല്ലേ, അപ്പോൾ ഞാൻ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അത് മുറുക്ക് റെഡിയാക്കുന്ന കേട്ടോ. മുറുക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഉഴുന്നിനെ നല്ല പാല വറുത്തെടുക്കുക. ചെറിയ തീരിട്ടിട്ട് തന്നെ വറുത്തെടുക്കട്ടോ, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് ചെറിയ തീരിട്ട് തന്നെ നന്നായിട്ട് വറുത്തെടുക്കുക. വറുത്തതിന് ശേഷം പിന്നെ പൊടിച്ചെടുക്കലാണ്, മിക്സിയിലിട്ട് നമ്മൾ പൊടിച്ചിട്ടെടുക്കലാണ് കേട്ടോ. പിന്നെ എൻ്റെ ചാനലിൽ കുറേ ഞാൻ റെസിപ്പി വീഡിയോ ഇട്ടായിരുന്നു, സെയിൽ ചെയ്യുന്ന കുറേ വീഡിയോ ഇട്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതിനെ മിക്സിയിലിട്ട് നന്നായിട്ട് നൈസായിട്ട് പൊടിച്ചെടുക്കണം കേട്ടോ. തരിതരിപ്പുള്ള ഇല്ലാതെ ഒന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ ഞാനിത് ആ പൊടിച്ചെടുത്ത് തന്നെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മൾ കുറച്ച് അരിപ്പൊടി എടുക്കാം. നമ്മൾ അപ്പൊക്കെ ചുടുന്ന അരിയില്ലേ, അരിപ്പൊടീനെ നമുക്ക് ഇതിന് ഇരട്ടിയാണ് കേട്ടോ. 1/4 കിലോനാണെങ്കിൽ 1/2 കിലോ, ആ ഒരു അളവിലാണ് ഇത് ഉണ്ടാക്കേണ്ടത്. ഇത് വലിയ തരിതരിപ്പൊന്നുമില്ല, സാധാരണ നല്ല നൈസായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 2 ഗ്ലാസ്, അപ്പോൾ അതേപോലെ 1/2 കിലോ എന്നാണ് ഈ 2 ഗ്ലാസ് വരുന്നുള്ളത്. 2 ഗ്ലാസ് അരിപ്പൊടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. രണ്ടും നല്ല പാല് മിക്സ് ചെയ്തെടുക്കട്ടോ. ഉഴുന്നുപ്പൊടിയും ഈ അരിപ്പൊടിയും നല്ല പാങ്ങൽ മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് ബാക്കി ആവശ്യമുള്ള സാധനമൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യമായിട്ട് വരുന്നുള്ളത് കായാണ് കേട്ടോ. കായം കുറച്ച്, ഒരു നുള്ള് എന്ന് പറയുമ്പോൾ ഒരു നുള്ള് കായം ചേർത്ത് കൊടുക്കുക. പിന്നെ ജീരകം, സാധാരണ ചെറിയ ജീരകം, പിന്നെ 1 കപ്പ് ജീരകം, 1 സ്പൂണ് ജീരകം, 1 സ്പൂണ് എള്ള്, പിന്നെ 2 സ്പൂണ് മുളക് പൊടി. ഇതും കൂടി കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതും കൂടി ചേർത്തിട്ട് നല്ല പങ്ങല സ്പൂൺ കൊണ്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കട്ടോ, എല്ലായിടത്തേക്ക് എത്തുന്ന പോലെ. പിന്നെ ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടി നമ്മളിതിൽ ചേർത്ത് കൊടുത്തിട്ട് സാധാരണ വെള്ളത്തിൽ നല്ല പാല കൈ കൊണ്ട് കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോൾ കൈ കൊണ്ട് തന്നെ നല്ല പാൽ ഇത് കുഴച്ചെടുക്കുക. ഒരു 2-3 മിനിറ്റ് വരെ നല്ല പാല കുഴച്ചെടുക്കട്ടോ. ഇത് കുഴച്ചെടുത്തിട്ട് ഈ പരുവം വരെ ഇത് റെഡിയാക്കിയിട്ട് എടുക്കുക. നല്ലോണം ടൈറ്റ് ആവാനും പാടില്ല, ലൂസ് ആവാനും പാടില്ല. ഈ പരുവത്തിലാക്കി എടുക്കാൻ. ഇത് ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്. ഞാൻ യൂട്യൂബിൽ വേറൊരു വീഡിയോ കണ്ടിട്ട് തന്നെയാണ് ഉണ്ടാക്കാൻ പോകുന്നുള്ളത്. എനിക്കിത് ശരിയാവുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ റെഡിയാക്കിയിട്ട് കിട്ടിയില്ല, നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ ഇതിൻ്റെ ഞാൻ സ്റ്റാർ എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഇടിയപ്പം നൂലപ്പൂല്ലേ, ഇതൊക്കെ ഉണ്ടാക്കിയില്ലേ, ഇതിൻ്റെ അച്ചിലിട്ടിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കലാണ്. ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നല്ല പങ്ങല പരത്തിയെടുക്കുക. അപ്പോൾ ഇത് റെഡിയാണോ ഇല്ല നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്റ്റാർട്ടിങ് ഒന്ന് ചെക്ക് ചെയ്തായിരുന്നു കേട്ടോ, ട്രയൽ. അങ്ങനെ എൻ്റെ ബാക്കി എല്ലാ വീഡിയോസും നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കും. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് എനിക്ക് കുറേ സബ്സ്ക്രൈബേഴ്സിനൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. കുറേ സബ്സ്ക്രൈബേഴ്സ്, നല്ല നല്ല സബ്സ്ക്രൈബേഴ്സാണ് എനിക്ക് കിട്ടിയിരുന്നത്. പിന്നെ നല്ല നല്ല കമൻസും കൂടി വരുന്നുണ്ട്. അപ്പോൾ അതും കൂടി സന്തോഷമാണ്. ഇത് കസ്റ്റമേഴ്സിന് ചോദിച്ചതുകൊണ്ട് ഞാൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഞാൻ ട്രയൽ ചെയ്ത് നോക്കിയിട്ടാ, നല്ല അടിപൊളിയായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു പാത്രത്തിലേക്ക് ഇത് ഇതേപോലെ റൗണ്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. സ്റ്റാർട്ടിങ് ചെയ്തൊന്നും 2 പ്ലേറ്റ് ചെയ്തൊന്നും ശരിയായിട്ടാ, പിന്നെ ചെയ്തൊക്കെ മാക്സിമം എല്ലാം റെഡി ആയിട്ടുണ്ട്. ഫസ്റ്റ് വരുന്നതൊക്കെ എല്ലാം പൊട്ടി വരുന്നതുകൊണ്ട് ഞാൻ ഒന്നും കൂടി ജസ്റ്റ് ഒരു 2 സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഒന്നും കൂടി കുഴച്ചെടുത്തിട്ടാണ് രണ്ടാമത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഇത് ഫസ്റ്റ് ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇതത്ര ശരിയായിട്ട് എല്ലാം പൊട്ടി വരികയായിരുന്നു. പിന്നെ ഒന്നും കൂടി ഞാൻ കുറച്ചൊരു 2 സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് നേരെ ഇട്ടതിന് ശേഷം നല്ല അടിപൊളിയായിട്ട് വന്നിട്ട് ഒന്നും ഇളകി പോകാണ്ട് നല്ല വന്ന്. പിന്നെ ഞാൻ ഫസ്റ്റ് ടൈം ചെയ്യുന്നതല്ലേ, അതുകൊണ്ട് കുറച്ചൊരിത് ഉണ്ടായിരുന്നു, അല്ലാതെ വലിയ ബുദ്ധിമുട്ടൊന്നും ഇത് ഉണ്ടാക്കിയില്ല, അടിപൊളിയായിട്ട് വന്നിട്ടാ. അപ്പം ഇതുപോലെ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. സെയിൽ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ സെയിൽ ചെയ്ത് നോക്കുക. പിന്നെ ഇതിങ്ങനെ ഇളകിപ്പോവാതെയും പൊട്ടിപ്പോവാതിരിക്കാൻ എന്തെങ്കിലും ടിപ്സും കാര്യങ്ങളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് ഒന്ന് പറഞ്ഞു തരണം കേട്ടോ. ഞാൻ അടുപ്പിൽ ചട്ടി വെച്ചായിരുന്നു. ചട്ടി ചൂടായതിനു ശേഷം ഞാൻ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് വറുത്ത് കോരി എടുക്കാം. 5 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നല്ല ക്രിസ്പി
ആയിട്ട് മൊരിഞ്ഞിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. എനിക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഞാൻ ബാക്കി ചുട്ടപ്പത്തിനായിട്ട് എനിക്ക് ഈസിയിലായിട്ട് ചെയ്യാൻ പറ്റിയിട്ടാ. ബാക്കിയൊക്കെ ഞാൻ കുറേ ടൈം എടുക്കുന്നുണ്ടായിരുന്നു, പക്ഷേ ഇതെനിക്ക് ഈസിയിൽ ചുട്ടെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഞാനത് ശരിയാവുമെന്ന് വിചാരിച്ചില്ല, പക്ഷേ ശരിയായതുകൊണ്ട് സന്തോഷമായിട്ടാ. ഫസ്റ്റ് ടൈം ചെയ്തതല്ലേ, അപ്പോൾ ഞാൻ ഇത് കൊടുക്കണ്ട വേണ്ടാന്ന് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ശരിയായതുകൊണ്ട് അങ്ങനെ കസ്റ്റമേഴ്സിന് കൊടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇതുപോലെ ആർക്കും ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കട്ടെ. ഞാൻ ഷോപ്പിൽ നിന്ന് ഇന്ന് സാധനം വാങ്ങാൻ പോയിട്ട് ഷോപ്പിൽ നിന്ന് ചക്ലി ഈ മുറുക്ക് നോക്കിയായിരുന്നു കേട്ടോ. 160 ഗ്രാമിന് 65 രൂപയാണ് ഞാൻ അതിൽ വില കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു വരുമാന മാർഗ്ഗം കൂടിയാവും. അപ്പോൾ അതെല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. കണ്ട ഏകദേശം എല്ലാം നല്ല ഷേപ്പിൽ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുവാണെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ സെയിൽ ചെയ്യുക. നല്ലൊരു വരുമാന മാർഗ്ഗം കൂടിയാവും. ബാക്കി കുറേ വീഡിയോസ് എൻ്റെ ചാനൽ ഞാൻ ഇട്ടായിരുന്നു. അതുപോലെ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, അഭിപ്രായം കമൻറ്റ് ചെയ്യട്ടെ. കുറേ പേര് അഭിപ്രായം കമൻറ്റ് ചെയ്തായിരുന്നു. സൊറോട്ട അച്ചാർ അതുപോലെ ഉണ്ടാക്കിയിട്ട് അടിപൊളിയായിട്ടുണ്ടെന്ന് പറഞ്ഞ്. കടലപ്പം പിന്നെ ഒരു ആളെനിക്ക് കമൻറ്റ് ഇട്ടായിരുന്നു, ഉണ്ടാക്കിയിട്ട് ഞാൻ സെയിൽ ചെയ്തു, സന്തോഷമായി, കുറേ ഓർഡേഴ്സ് കിട്ടി, റീസെല്ലിന് ഓർഡേഴ്സൊക്കെ കിട്ടിയെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കും കമൻറ്റ് കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. സന്തോഷമായിട്ടാ. കാരണം നമ്മളെക്കൊണ്ട് ഇതുപോലത്തെ ഒരു ഉപകാരം ബാക്കിയുള്ളവർക്ക് കിട്ടിയെന്ന് പറയുമ്പോൾ ഒരു സന്തോഷം വേറെയാണ് കേട്ടോ. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് ചൂടാറിയതിന് ശേഷം ഞാൻ പാക്ക് ചെയ്ത് വെക്കലാണ്. ഞാൻ ഒരു 3/4 കിലോ തേച്ചു ആയിട്ടാ. 250 ഗ്രാം ഉഴുന്നും 500 ഗ്രാം അരിപ്പൊടിയാണ് എടുത്തിരുന്നത്. ഞാൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം എടുത്തായിരുന്നു. അവർ കസ്റ്റമേഴ്സിന് 500 ഗ്രാം മാത്രമാണ് കേട്ടോ അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ അതിനനുസരിച്ച് മാത്രമാണ് ഉണ്ടാക്കിയത്. ആവില്ലെങ്കിൽ വെറുതെ വേസ്റ്റ് ചെയ്യേണ്ടെന്ന് വിചാരിച്ച്. പക്ഷെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെയുണ്ട് ഇതിന് ഞാൻ പാക്ക് ചെയ്യലാണ്. 250 ഗ്രാം ഇതിന് ഞാൻ പാക്ക് ചെയ്ത് കൊടുക്കലാണ്. അപ്പോൾ ഇതുപോലെ ആർക്കെങ്കിലും ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഒന്ന് സെയിൽ ചെയ്യട്ടെ. വീട്ടിൽ വെറുതെ ഇരിക്കുന്നവർക്ക് വലിയൊരു വരുമാന മാർഗ്ഗം കൂടിയാവും. നമ്മുടെ കയ്യിൽ എന്തെങ്കിലും അത്യാവശ്യത്തിന് കുട്ടികൾക്കാണെങ്കിലും നമുക്കാണെങ്കിലും എന്തെങ്കിലും ആവശ്യത്തിന് നല്ലൊരു എമൗണ്ടും കൂടി നമുക്ക് കിട്ടും. പിന്നെ ഇതുപോലെ ആർക്കെങ്കിലും ഓർഡേഴ്സ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇൻസ്റ്റായിൽ മെസ്സേജ് ഇട്ടാൽ മതി, ഞാൻ സാധനം റെഡിയാക്കി തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എൻ്റെ പാക്കിംഗ് എല്ലാം റെഡി ആയിട്ടുണ്ട്. അടിപൊളിയായ മുറുക്ക്, നമ്മൾ കാസർഗോട്ടാളിന് ചക്ലി എന്നാണ് പറയൽ, പുറത്തുള്ള ഇത് മുറുക്കാണ്. അടിപൊളിയായിട്ടുള്ള ചക്ലി റെഡി ആയിട്ടുണ്ട്. ഞാൻ നേരെ ആവുമെന്ന് വിചാരിച്ചിട്ടേ ഇല്ല, പക്ഷെ നേരായിട്ടാകുമ്പോൾ സന്തോഷമായിട്ടാണ്. ഇത് പാക്ക് ചെയ്യാൻ പറ്റുമെന്നോ അങ്ങനെയൊന്നും വിചാരിച്ചില്ല, നല്ല ക്രിസ്പി ആയിട്ട് വരുന്നൊന്നും വിചാരിച്ചില്ല, പക്ഷെ അടിപൊളിയായിട്ടുണ്ട്. ഇതിന് 1-2 വീഡിയോസ് കണ്ടിട്ട് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങളും ഇതുപോലെ ചെയ്തിട്ട് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കട്ടെ. എന്നോട് ഒരാൾ ചോദിച്ചത് കൊണ്ട് മാത്രമാണ് ഇത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ച് ചെയ്യാമെന്ന് പറഞ്ഞ് അങ്ങനെ ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ സെയിൽ ചെയ്യുക. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യട്ടോ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. നിങ്ങളെ ഓരോരോ കമൻറ്റും വിലപ്പെട്ടതാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. നല്ല കമൻ്റ് ആണെങ്കിലും ബാഡ് കമൻ്റ് ആണെങ്കിലും നിങ്ങൾ കമൻറ്റ് ഇടാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന ആ മനസ്സുണ്ടല്ലോ, അതിന് ഞാൻ വലിയൊരു ലൈക്ക് തരുന്നുണ്ട് കേട്ടോ. എന്തായെങ്കിലും സാരില്ല, നല്ല 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 കമൻസൊക്കെ വരട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് ഉണ്ണിയപ്പത്തിനും കുറച്ച് ഓർഡേഴ്സ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് എൻ്റെ കയ്യിൽ ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടി ഇല്ലായിരുന്നു, അപ്പോൾ അങ്ങനെ ഞാൻ ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടിയും വാങ്ങിയായിരുന്നു. അപ്പോൾ അത് വാങ്ങി വെച്ചങ്ങനെ ഈ ഓർഡർ കിട്ടിയത് കൊണ്ട് മാത്രമാണ് ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടി വാങ്ങിയിട്ടുണ്ടായിരുന്നത്, അല്ലാണ്ടെങ്കിൽ ഞാൻ വാങ്ങിയിട്ടില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ കൊണ്ട് ഞാനൊരു ചട്ടിയും കൂടി വാങ്ങിയിട്ടുണ്ട് കേസ്. അപ്പോൾ അതുകൊണ്ട് ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക, എന്നാൽ മാത്രം ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് എല്ലാവരും ഒന്ന് സെയിൽ ചെയ്യാൻ വേണ്ടി നോക്കട്ടെ. വീട്ടിൽ വെറുതെ ഇരുന്നിട്ട് സമയം കളയണ്ട. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ ഞാൻ നാളെ വീണ്ടും വരും. അതുവരേക്കും ബായ്.